VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20-ന് സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. VM സൂപ്പർ വാല്യൂ ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിൽ വീണ്ടും ക്വാറിക്ക് ഹൈക്കോടതി അനുമതി. നിലവിൽ 5 ക്വാറികൾ പ്രവർത്തിക്കുന്ന ചേലക്കര പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് വീണ്ടും ഒരു ക്വാറിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങി ജനങ്ങൾ. ചേലക്കരയിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമലംഘനത്തിൽ വലഞ്ഞ വ്യാപാരികൾ. ചേലക്കര പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഫുട്പാത്തിന് മുകളിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ വെങ്ങാനല്ലൂർ സ്വദേശി ഷെയ്ഖ് അമീദ് വാഹനം പാർക്ക് ചെയ്തതായി പരാതി. മൂക്കിൻ തുമ്പിൽ ഇത്തരം നിയമലംഘനം നടന്നിട്ടും നടപടിയെടുക്കാതെ പോലീസ്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ തൊഴുപ്പാടത്ത് ആടുകൾ ചത്തത് കൊല്ലം തൊടിയിൽ ലക്ഷ്മിക്കുട്ടിയുടെ 4 ആടുകൾ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ. SSLC പരീക്ഷാ ഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 25-ന് പ്രഖ്യാപിക്കും. പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 16-ന് ആരംഭിച്ചു. സ്കൂളുകളിൽ പ്രവേശനോത്സവം ജൂൺ 1-ന് നടക്കും. 1-ാം ക്ലാസ് പ്രവേശനം മെയ് 22 മുതൽ. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എഴുത്തു പരീക്ഷയോ തലവരി പണമോ വാങ്ങാൻ പാടില്ലെന്ന നിർദ്ദേശം. പഴയന്നൂർ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വിജയത്തിളക്കം. 2026 CBSE പരീക്ഷയിൽ സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. 94.2% മാർക്ക് നേടി നിവേദ്യ ദിലീപ് 1-ാം സ്ഥാനത്ത്. കുറുമല തെണ്ടൻ ഭഗവതികാവിലെ വിഷുവേലാഘോഷത്തോടനുബന്ധിച്ച് BJP കുറുമലയുടെ നേതൃത്വത്തിൽ പാനീയ വിതരണം നടത്തി. തണ്ണീർപന്തൽ ഇവർ തുടർച്ചയായി 2ാം വർഷം. കടുത്ത ചൂടിൽ വലഞ്ഞവർക്ക് ആശ്വാസമായി തണ്ണീർപന്തൽ. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിലെ 11ാമത് പ്രതിഷ്ഠാദിനം ഏപ്രിൽ 20 തിങ്കളാഴ്ച. ഞായറാഴ്ച കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പഴയന്നൂർ നീർണമുക്ക് സ്വർണ്ണക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ശനിയാഴ്ച. ആഘോഷം നടക്കുക നീർണമുക്ക് പടിഞ്ഞാറേക്കര ദേശങ്ങളുടെ നേതൃത്വത്തിൽ. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്കുള്ള അനുമോദനവും യാത്രയയപ്പും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നടന്നത് ദേശമംഗലം തലശ്ശേരി MSA ബനാത്തി യതീംഖാനയിൽ. വാണിജ്യ സിലിണ്ടറിന്റെ ലഭ്യതയിൽ നിയന്ത്രണം വന്നതോടെ പ്രതിസന്ധിയിലായ ഹോട്ടൽ കാറ്ററിംഗ് മേഖല കൂടുതൽ തളർച്ചയിലേക്ക്. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂട്ടുവീണു. വിഷുക്കാലവും കാറ്ററിംഗ് മേഖലയ്ക്ക് തുണയായില്ല. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20-ന് സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. സ്കീമിൽ ചേർന്ന ഇതുവരെ മുടക്കമില്ലാതെ തവണകൾ അടച്ചവർ ഈ നറുക്കെടുപ്പിൽ അർഹരായിരിക്കും. ഇനിയും മുടക്കമുള്ളവർ ഏപ്രിൽ 20-ന് മുൻപ് തന്നെ തവണകൾ അടച്ചു തീർത്ത് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നേടൂ. നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് 1-ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 2-ാം സമ്മാനമായി TV തുടങ്ങി 10ഓളം സമ്മാനങ്ങളും. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. ഫെസ്റ്റിവൽ ഓഫറിലേക്ക് ഏവരെയും VM സൂപ്പർ വാല്യൂ സ്വാഗതം ചെയ്യുന്നു. VM സൂപ്പർ വാല്യൂ ചേലക്കര. ഫോൺ 9447670162.